നിയമനം വൈകുന്നതിൽ പ്രതിഷേധം തുടരുകയാണ് വനിതാ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നവർ മുഖത്ത് ചായം തേച്ചാണ് ഇന്ന് പ്രതിഷേധിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സമരം കടുപ്പിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. അവർ പലതരത്തിലുള്ള സമരമാർഗങ്ങൾ ഉൾപ്പെടെ തേടുകയാണ്. ആർ അനന്തകൃഷ്ണൻ ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. അനന്തൻ, നേരത്തെ അവരവിടെ മൂകാഭിനയം കാഴ്ചവെക്കുകയായിരുന്നു. ആ മൂകാഭിനയം എന്ന് പറയുന്നത് അവരുടെ ജീവിതം തന്നെയാണ്. അവർ താണ്ടിയിട്ടുള്ള കടൽ വഴികളാണ് ഇന്ന് അവർക്ക് കോമാളികളായി എത്തി നിൽക്കേണ്ടി, ഇങ്ങനെ തെരുവോരത്ത് വന്നിരിക്കേണ്ടി വരുന്ന ഗതികേടിനെ പറ്റിയാണ് പെൺകുട്ടികൾ നേരത്തെ അഭിനയിച്ച് കാണിക്കുന്നത്. ഇപ്പോൾ അവിടെ അത് അവസാനിച്ചോ? അത് എന്താണ് അവിടെ നിന്നുള്ള നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊക്കെ പോകാം. അക്ഷയ, ആര്യ, അല്പസമയം മുമ്പ് ഈ വനിതാ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നു. ഇന്നവർ വ്യത്യസ്തമായൊരു സമരമാണ് പുറത്തെടുത്തത്. മൂകാഭിനയത്തിലൂടെ അവർ ഈ PSC പരീക്ഷ എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വന്ന് ഒടുവിൽ നിയമനം കിട്ടാതെ ഈ തെരുവിൽ കിടന്ന് അലയേണ്ടി വരുന്ന, ഈ പ്രതിഷേധവുമായി അലയേണ്ടി വരുന്ന ഗതികേട് വരെയുള്ള അവസ്ഥകൾ, അതാണ് അവർ മൂകാഭിനയത്തിലൂടെ കാണിച്ച് തന്നത്. ഇവിടെ ഈ കസേരയിൽ നമുക്ക് കാണാൻ പറ്റും ഇവർ പഠിച്ച പുസ്തകങ്ങൾ. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സ്പെഷ്യൽ ടോപ്പിക്സ്, കറണ്ട് അഫയേഴ്സ് 2021 കറണ്ട് അഫയേഴ്സ്, അങ്ങനെ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ലോഡ് പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ഇത് നമുക്കറിയാം, ഒരു PSC പരീക്ഷ പാസ്സാവണമെങ്കിൽ ഇതുപോലെ എത്രയെത്ര പുസ്തകങ്ങൾ രാവും പകലും ഇരുന്ന് കാണാതെ പഠിച്ച് അതിൽ ഏത് ചോദ്യമാണ് വരുന്നതെന്ന് അറിയാൻ പറ്റാതെ എലിമിനേഷനാണ് ഓരോ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെയും ലക്ഷ്യം എന്ന് നമുക്കറിയാം. അപ്പോൾ പരമാവധി ആളുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ലക്ഷ്യം. അപ്പോൾ അതിനെ അതിജീവിച്ച് ആ റാങ്ക് ലിസ്റ്റിൽ ഈ പുസ്തകങ്ങളെല്ലാം പഠിച്ച് അതിനേക്കാൾ ഭീകരമായ ഫിസിക്കൽ പരീക്ഷ പാസ്സായി അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വന്നവരാണ് ഈ തെരുവിൽ കിടക്കുന്നവർ. അവരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കേവലം 200-300 താഴെ പേരെ മാത്രമാണ് ഇതുവരെ പോസ്റ്റ് ചെയ്തത്. അതിനു മുൻപ് 500-ന് മുകളിൽ പോസ്റ്റിംഗ് നടന്ന ഒരു റാങ്ക് ലിസ്റ്റുകളാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതിൽ ഇവരുടെ സ്ഥിതി വന്നപ്പോൾ 200-300-ൽ താഴെ മാത്രമാണ് പോസ്റ്റിംഗ് നടന്നത്. അത് തന്നെയാണ് അവർ ഇങ്ങനെ ഒരു തെരുവിലേക്ക് സമരവുമായി ഇറങ്ങേണ്ടി വന്നൊരവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത്. മാത്രമല്ല, ഇനി 6 ദിവസം മാത്രമാണ് ഈ കുട്ടികൾക്ക് മുന്നിൽ ഇനിയുള്ളത്. ആ 6 ദിവസത്തിനുള്ളിൽ ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു അത്ഭുതം സംഭവിക്കണം. അങ്ങനെ ഒരു അത്ഭുതം പ്രതീക്ഷിച്ചാണ് അവർ ഇങ്ങനെ വ്യത്യസ്തമായ സമരമുറകൾ പുറത്തെടുക്കുന്നത്. ഇന്ന് നിങ്ങൾ മൈമിന്റെ രൂപത്തിലാണ് സമരം ചെയ്തത്. കഴിഞ്ഞ ദിവസം കുറെ കൂടി കാഠിന്യമുള്ള സമരമുറകളായിരുന്നു. ഇനി എന്താണ് നിങ്ങളുടെ പക്കലുള്ള ആയുധം ഈ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ? ആയുധം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നാണ് ഓരോ ആയുധം എന്ന് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. സഹന രീതി തന്നെയാണ്. ആരെയും വെല്ലുവിളിക്കുന്ന അങ്ങനെയൊന്നുമല്ല. പിന്നെ സഹന സമരം ഇന്നലെ പറഞ്ഞില്ലേ ശരീരം വേദനിപ്പിച്ചെന്നുള്ളത്. ഇനി നമുക്ക് വേദനിപ്പിക്കാൻ വയ്യാത്ത അത്രയും അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി. ആ സമയത്തൊക്കെ നിങ്ങൾ ഇവിടെ കിടക്കുകയാണ്. ആ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു മറുപടി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി നിങ്ങളുടെ വിഷയം സംസാരിച്ചതേയില്ല. അതിൽ നിങ്ങൾക്ക് എത്രത്തോളം വേദനയാണ് ഉണ്ടാക്കിയത്? പ്രതീക്ഷിച്ചു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അടുത്ത ആഴ്ച തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇനി തീരുമാനിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ലിസ്റ്റ് കഴിയും. കാരണം വർക്കിംഗ് ഡേയ്സ് വളരെ ചുരുക്കമാണ്. വളരെ 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 ഞങ്ങൾ സങ്കടത്തിലായി, നിരാശയുടെ പടുകുഴിയിൽ തന്നെയായി. പക്ഷെ എങ്കിലും നമ്മുടെ ഗവൺമെന്റ് അല്ലേ ഞങ്ങളെ കൈവിടില്ല എന്ന എന്തോ ഒരു പ്രതീക്ഷയുടെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ കടന്നു പോകുന്ന അവധി ദിവസങ്ങളാണ്. ഇന്ന് മുതൽ അവധി ദിവസങ്ങൾ ആരംഭിച്ചു. ഇനി വിഷുവാണ്. അത് കഴിഞ്ഞ 2 ദിവസം മാത്രമേ വർക്കിംഗ് ഡേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെയാണ്. അപ്പോൾ 19 വരെ നമുക്ക് 2-3 വർക്കിംഗ് ഡേയ്സ് മാത്രമേ ഉള്ളൂ. അതിനിടയിൽ എന്ത് അത്ഭുതമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഈ സർക്കാരിൽ നിന്നൊരു നീതി നിങ്ങൾ ഇനി പ്രതീക്ഷിക്കുന്നുണ്ടോ? കഴിഞ്ഞ ലിസ്റ്റ് അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കുറേ വേക്കൻസി വന്നത്. അപ്പോൾ ആ മാജിക് എന്താണ് അവിടെ നടന്നത്? അവർക്ക് തോന്നിയ ആ കരുണ ഞങ്ങളുടെ അടുത്ത് കാണിക്കുമെന്നാണ് പ്രതീക്ഷ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാ ദിവസവും ദുഃഖവെള്ളി തന്നെയാണ്. വിഷു അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ മനസ്സിലാണ് ഈ പടക്കങ്ങളൊക്കെ പൊട്ടുന്നത്, സങ്കടത്തിന്റെ പടക്കങ്ങൾ. ഇന്നിപ്പം നാളെ വിഷു ദിവസമാണ്. നിങ്ങൾ വീട്ടിൽ പോകുന്നുണ്ടോ അതോ ഇവിടെ ഈ തെരുവിൽ തന്നെയാണോ? എങ്ങനെ സാർ വീട്ടിൽ പോകും? വീട്ടുകാരെ നമ്മൾ എങ്ങനെ കാണും? നാട്ടുകാരെ എങ്ങനെ കാണും? കാരണം ജോലി കിട്ടിയിട്ടേ വരും. ഞങ്ങളെ സർക്കാർ ചതിക്കില്ല. ഞങ്ങളെ കൂടെ സർക്കാരുണ്ട്. ഞങ്ങളെ സർക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കോഴിക്കോട് വണ്ടി കയറിയത്. എന്നിട്ടും വീട്ടുകാരെ മോളെ നീ തിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നാളെ വിഷുവാണ്, അവർ പട്ടിണിയാണ്. ഞാനിവിടെയാണ്, അവർ പട്ടിണിയാണ്. ഞങ്ങളുടെ വിഷു ഈ തെരുവിലാണ്. എല്ലാവരും വിഷു മനസ്സറിഞ്ഞ് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ കണ്ണീര് കൊണ്ട് ആഘോഷിക്കുമല്ല. കണ്ണീരിൽ ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കും. ഈ 19-ാം തീയതി എന്ത് അവധി വന്നാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾക്കറിയാം സെക്രട്ടേറിയറ്റ് അവധിയാണെന്നുള്ളത്. പക്ഷെ ഞങ്ങളിവിടെ ഭിക്ഷക്കാരപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെയെങ്കിലും മനുഷ്യന്മാരല്ലേ അതിനകത്തിരിക്കുന്നത്? മനുഷ്യത്വമുള്ളവരല്ലേ? ഹൃദയമുള്ളവരല്ലേ? ഹൃദയപക്ഷമല്ലേ? അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പെൺകുട്ടികളുടെ സ്ത്രീകളെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളുടെ ഹൃദയവേദന, മനസ്സിന്റെ സങ്കടം അവരെ
കണ്ട് മനസ്സിലാക്കുമെന്ന് ഒരു അലിവ് ഞങ്ങളുടെ കാണിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളം വിഷു ആഘോഷങ്ങളിലേക്ക് പോവുകയാണ്. ഇന്ന് ഓശാന ഞായറായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ പെസഹ വ്യാഴാഴ്ചയും അങ്ങനെ മതാചാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ ദിവസങ്ങളാണ് വരുന്നത്. ആ ദിവസങ്ങളിൽ ഈ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നവർ ഒരു കാര്യം ആലോചിക്കണം. നമ്മളിങ്ങനെ ആഘോഷിക്കുമ്പോൾ ഈ തെരുവിൽ ഒരു ജോലിക്ക് വേണ്ടി നിലവിളിച്ചുകൊണ്ട് കുറച്ച് പെൺകുട്ടികൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലുണ്ട്. അത് ഇവിടെ നിന്ന് ഈ അവധി ദിവസങ്ങൾ ആണ് ഇനിയുള്ളത് സർക്കാരിന്റെ മുന്നിൽ. അപ്പോൾ ആ അവധി ദിവസങ്ങളിൽ പരമാവധി ആഘോഷിക്കാൻ ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് പോയിട്ടുള്ള ഉദ്യോഗസ്ഥർ, അധികൃതർ കേന്ദ്രത്തിന് മുന്നിലാണ് അവർ ഇരുന്ന് പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ 16 ദിവസമായി അവർ സമരത്തിലാണ്. പക്ഷേ ഇതുവരെ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒരു ഉന്നത ഉദ്യോഗസ്ഥരോ അവരെ കേൾക്കാനോ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടില്ല.